അവർ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയുന്നു, നമ്മുടെ മക്കൾ നിസ്കാരശീലമുള്ളവരാകണം. പുതിയ തലമുറ അവർ നിസ്കാരശീലമുള്ളവരാകണം. അതെങ്ങനെയാണ് ആവുക? അതിന് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. മക്കളെ നിസ്കാരശീലമുള്ളവരാക്കി നമ്മൾ മാറ്റണം. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കട്ടെ. അവരോട് നിസ്കരിച്ചോ, ളുഹ്ർ നിസ്കരിച്ചോ, അസ്ർ നിസ്കരിച്ചോ, മഗ്രിബ് നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കാനും ഇല്ലെങ്കിൽ അവരെ നിസ്കരിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. ഉപ്പമാരെക്കാൾ ആ കാര്യം ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അവർക്ക് ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്. ഈ കാണുന്ന തലമുതിർന്ന കാരണവന്മാരുണ്ടല്ലോ, പ്രായമുള്ളവർ, അവരിന്ന് പള്ളിയിൽ ജമാഅത്തിന് വരുന്നത് അവരുടെ പിതാക്കൾ, അവരുടെ പ്രപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്, ഉമ്മമാര് ശീലിപ്പിച്ചത് കൊണ്ടാണ്. ഇന്നത് തീരെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികൾ പള്ളിയിൽ വരുന്നില്ല, ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല. സ്കൂളിന്റെ അടുത്ത്, കോളേജിന്റെ അടുത്ത് പള്ളികളുണ്ട്, പക്ഷേ അവർ നിസ്കരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സ്നേഹത്തോടുകൂടി അവർക്ക് ഉപദേശം കൊടുക്കണം, നിസ്കാരം നിലനിർത്താൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നോട് വലിയ സ്നേഹമുള്ള ആളാണ്. എൻ്റെ മഹല്ലത്തിൽ ഉസ്താദിന്റെ ദിക്ർ, അസ്മാഉൽ ഹുസ്ന ദിക്ർ 14 വർഷമായി ഉസ്താദ് സ്ഥാപിച്ച് അത് നടത്തിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ വാർഷികം. ക്ഷീണമുണ്ടായിട്ടും വളരെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അത്രയും ദൂരം താണ്ടി ദിക്ർ വാർഷികത്തിന് ഉസ്താദ് എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ദീനീ രംഗത്ത്, ദഅവാ രംഗത്ത്, ആത്മീയ മേഖലയിൽ ഈ ഉമ്മത്തിന്റെ ആഗ്രഹം പോലെ ഒരുപാട് കാലം നമുക്ക് തണലേകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സ ഉസ്താദിന് എല്ലാവിധത്തിലുള്ള ശേഷിയും പ്രദാനം ചെയ്യട്ടെ. ആയുരാരോഗ്യം പ്രദാനം ചെയ്യട്ടെ. എല്ലാ ശനിയാഴ്ചകളിലും ഉസ്താദിന്റെ വീട്ടിൽ മജ്ലിസിൽ അവിടെ അസ്മാഉൽ ഹുസ്ന ദിക്ർ സദസ്സൊക്കെ നടക്കാറുണ്ട്. നമുക്കൊക്കെ അറിവുള്ളതാണ്. ധാരാളം ആളുകൾ ആത്മീയ നിർവൃതി തേടി കടന്നു വരുന്ന മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിയത് പുല്ലരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഉസ്താദിന്റെ ദിക്ർ സ്ഥാപിച്ച് 20 വർഷമായത്രേ. വളരെയേറെ സന്തോഷം തോന്നി. 20 വർഷമായി അവിടെ ഉസ്താദ് ദിക്ർ സ്ഥാപിച്ചിട്ട് അതിന്റെ വാർഷികമായിരുന്നു, 20ാമത്തെ വാർഷികമായിരുന്നു ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിയ